അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള ഖതമുൽ ഖുർആൻ മജ്ലിസിലുള്ള എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ, 150 ദിവസത്തോളമായി നാം ഓതിക്കൊണ്ടിരിക്കുന്ന സുബഹിൻ്റെ ശേഷം ഓതിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനിൻ്റെ ഖതമ് പൂർത്തീകരണമാണ് നാളെ തിങ്കളാഴ്ച സുബഹി നിസ്കാരത്തിന് ശേഷം നടക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല കബൂൽ ചെയ്യട്ടെ, നാം ഓതിയത് സ്വീകരിക്കട്ടെ, എന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നുപോലും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ പ്രതിഫലം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മ, ഉപ്പ, ഭർത്താവ്, സഹോദരങ്ങൾ, ഉസ്താദുമാർ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മശായിഖന്മാർ, ഖൈറുൽ അഹ്ലുകാരുടെ ഒക്കെ ഖബറിടത്തിലേക്ക് അള്ളാഹു എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നാളെ നമ്മൾ ഖത്തം വഴങ്ങുകയാണ്. 150 ദിവസത്തോളം ഓരോ പേജ് ഓരോ രണ്ട് വീതം ഓതിക്കൊണ്ട് നാളെ പലവരും ഒരു ഖത്തം വഴങ്ങുന്നവരുണ്ട്, 2 വഴങ്ങുന്നവരുണ്ട്, 3, 4 ഖത്തം വരെ വഴങ്ങുന്നവരുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 6 ഖത്തം വരെ വഴങ്ങുന്നവരുണ്ടായിരുന്നു. പ്രാവശ്യം എല്ലാവരും നമ്മൾ അറിയിച്ചിട്ടില്ല. ഓതിയ ആളുകളൊക്കെ അറിയിക്കണം, ഉസ്താദ് ഇത്ര ഖത്തം ഞാൻ ഓതിയിട്ടുണ്ട് ഇന്ന ആളുകളുടെ പേരിൽ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. നിങ്ങൾ ഇത്ര ആൾക്കാർ ഉണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം അത് വേറെയാണ്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ അറിയിച്ചു. അതൊക്കെ ഞാൻ ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ഖത്തം ദുആ മജ്ലിസിൽ ദുആ വസിയത്തുകൾ വായിക്കാനാണ് ഓത്ത് നമ്മൾ അലംതറ വരെ ഓതി വെച്ച് നിർത്തിക്കാണ്. ഇനി അലംതറ മുതലാണ് നമ്മൾ ഓതുക. ബാക്കി 10 സൂറത്തും പിന്നെ അടുത്ത ഖത്തമിൻ്റെ തുടക്കം ഓതി, അങ്ങനെയാണ് നമ്മൾ ദുആ വസിയത്ത് വായിച്ച് ഖത്തം ഉണ്ടാകുക, ഖത്തം ദുആ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും അറിയിക്കണം ഇൻഷാ അല്ലാഹ്. പലവരും ഹദിയകൾ അയച്ചവരുണ്ട്. ആ ഹദിയകൾ അയച്ചവരൊക്കെ ഇന്നലെ മിഞ്ഞാന്നും ഇന്നുമായി ഞാൻ വായിക്കുന്നുണ്ട്. ആരുടെ ഹദിയ അയച്ചത് വായിക്കാത്തുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അറിയിക്കണം. എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഹദിയ അയച്ചു തന്നിട്ട് ദുആയിരുന്നതിന് എനിക്ക് മനസ്സിനൊരു പ്രയാസമാണ്, വിഷമമാണ്. അപ്പോൾ മനസ്സറിഞ്ഞവർക്ക് വേണ്ടി ദുആയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഹദിയ അയച്ച് ദുആയിൽ ഉൾപ്പെടുത്തിയവരാരും അറിയിക്കേണ്ട. കാരണം അതൊക്കെ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വീണ്ടും പിന്നെ ആവർത്തനം വരണ്ട. ഹദിയ അയച്ചിട്ട് ഞാൻ ദുആയിൽ ഉൾപ്പെടുത്താത്തവർ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ്. മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി അവരുടെ പേരിൽ പല ആളുകളും ഉമ്മാൻ്റെ പേരിൽ ഹദിയ അയച്ചവരുണ്ട്, വാപ്പാൻ്റെ പേരിൽ, ഭർത്താവിൻ്റെ പേരിൽ, സഹോദരങ്ങളുടെ പേരിൽ, ഉസ്താദിൻ്റെ പേരിൽ, കുടുംബാദികളുടെ പേരിൽ, മക്കളുടെ പേരിലൊക്കെ ഹദിയ അയച്ചിട്ടുണ്ട്. 1, 2, 3, 4 ഖത്തം ഓതിയവരുണ്ട്, ദിക്ർ സ്വലാത്തൊക്കെ ഓതിയവരുണ്ട്. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആയിരിക്കണം. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നാളത്തെ സദസ്സിൽ അല്പം ജീരണി വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് കുറച്ച് ഈത്തപ്പഴമെങ്കിലും വാങ്ങിയ മജ്ലിസിൽ ആ ഖത്തം ഓതുന്നതിൻ്റെ മുമ്പ് അതവിടെ വെച്ച് ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒരു ചീരണിയായി ഖത്തം ഓതിക്കഴിഞ്ഞതിന് ശേഷം നമ്മളും കഴിക്കുക, മറ്റുള്ളവർക്കൊക്കെ കഴിക്കുക, അവിടെ എടുത്തു വെക്കുക, ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു മരുന്നായിക്കൊണ്ടും നമുക്ക് ഉപയോഗിക്കാം. രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം ചുരുങ്ങിയത് ഒരു 4 നേരമെങ്കിലും ആ വെള്ളം ഒരു മരുന്നായിട്ട് കുടിക്കാം. മന്ത്രിച്ച വെള്ളം രാവിലെ കുടിക്കുമ്പോൾ വെറും വയറ്റിൽ കുടിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിങ്ങനെ എടുത്തു വെച്ച് അതിലേക്ക് വേറെ വെള്ളം പകർത്തി ഉപയോഗിക്കാം. പരിശുദ്ധമായ ഖുർആൻ ഫീഹി ശിഫാഉ ലിന്നാസ് എന്നാണ്. ഖുർആനിൽ ശിഫയുണ്ട്, തേനിൽ ശിഫയുണ്ട്, അതുപോലെ തന്നെ ഖുർആൻ വാചകത്തിൽ ശിഫയുണ്ട്, ഖുർആൻ ഓതുന്ന ആയത്തുകളിൽ ശിഫയുണ്ട്, ഖുർആൻ ഓതുന്ന മജ്ലിസിൽ ശിഫയുണ്ട്, ഖുർആൻ ഖത്തം തീർക്കുന്ന മജ്ലിസിൽ ശിഫയുണ്ട്. അള്ളാഹിൻ്റെ മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടാകും. ഒരാൾ ഖത്തം ഓതി വഴങ്ങിക്കഴിഞ്ഞാൽ ആ സമയം, ആ പ്രഭാതം കഴിഞ്ഞ് രാത്രിയിലാണെങ്കിൽ നേരം വെളുക്കുന്നത് വരെ, പകലാണെങ്കിൽ ഖത്തം വഴങ്ങിയത് രാത്രിയാകുന്നത് വരെ അവനക്ക് 40,000-ഓളം മലക്കുകൾ അവന് പൊറുക്കലിനെ ചോദിക്കുമെന്ന അത്ര കണ്ട് മഹത്തായൊരു സദസ്സാണ് നാളെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ നിസ്സാരമാക്കാതെ എല്ലാ ഉമ്മമാരും ഉപ്പമാരും സജീവമായിട്ട് ഖത്തം ദുആ മജ്ലിസിൽ പങ്കെടുക്കണം. സുഗന്ധം ഉപയോഗിക്കുക. പിന്നെ ഔറത്തൊക്കെ മറിച്ച് ഖിബിലക്ക് മുന്നിട്ടിരുന്ന് ഖത്തം ദുആ മജ്ലിസിലൊക്കെ പങ്കെടുക്കുക. നിങ്ങളും ദുആരിക്കുക. ഓതിയ ആളുകളൊക്കെ, ഖത്തം ഓതിയ ആളുകളൊക്കെ ആരുടെ പേരിലാണ് അത് വഴങ്ങുന്നത് അവരുടെ പേരിലൊക്കെ അത് വഴങ്ങണം. എങ്ങനെ വഴങ്ങൽ? പഠിച്ചവനെ ഞാൻ ഓതിയ ഖത്തം നീ സ്വീകരിക്കണേ റബ്ബേ, എന്തെങ്കിലും തെറ്റ് വന്നിങ്ങനെ പുറത്തു തരണേ അല്ലാ, ഇതിൻ്റെയൊക്കെ പ്രതിഫലം ഇന്ന ആളുകളൊക്കെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദുആരിക്കണം. ഇൻഷാ അല്ലാഹ് ഞാനും ദുആരിക്കും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ. നമുക്ക് ഖത്തമിൻ്റെ ബാക്കിയുള്ള ഖുർആൻ പാരായണത്തിലേക്ക് കടക്കാം. Welcome to the Khatam al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين.
الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. بسم الله الرحمن الرحيم. والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة فليدع ناديه سندع الزبانية كلا لا تطعه واسجد واقترب. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ഞാൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി നേരെ ഒരു സുജൂദിലേക്ക് പോവുക. സുജൂദിൽ സജ്ജദ വജ്ഹിയലില്ലദി ഖലഖഹു വഖദ്ദറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നുള്ള ദിക്ർ ഒരു വട്ടം ചൊല്ലുക. അത് അറിയുന്നവർ അത് ചൊല്ലുക, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്ന് ചൊല്ലുക. അതിനുശേഷം
അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അത്തഹിയാത്തിനിരിക്കുന്നത് പോലെ ഇരുന്ന ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് വലഭാഗത്തേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് ഇടഭാഗത്തേക്കും സലാം വിട്ടുക. ഇങ്ങനെയാണ് തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് തിലാവത്തിന്റെ സുജൂദ് ചെയ്ത ശേഷം ഇൻഷാ അല്ലാഹ് വീഡിയോ പ്ലേ ചെയ്ത് ഖുർആൻ ഓതുക. ബാക്കി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. رسول من الله يتلو صحفا مطهرة فيها كتب قيمة. وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. بسم الله الرحمن الرحيم. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. بسم الله الرحمن الرحيم. والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فوسطن به جمعا
إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير بسم الله الرحمن الرحيم القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر بسم الله الرحمن الرحيم ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة صدق الله العظيم അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഓതിയതായ പരിശുദ്ധമായ ഖതമുൽ ഖുർആനിനെ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എന്തെങ്കിലും പാകപ്പിഴകൾ വന്നു വരുന്ന അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ നാളെ നമ്മുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആൻ്റെ അഹ്ലുകാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടുവാനും ധാരാളം ഖത്തമുകളൊക്കെ തീർക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മരണം വരെ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. 150 ദിവസത്തോളമായി നാം ഓതിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ 7ാമത്തെ ഖത്തമുൽ ഖുർആൻ
ഇൻഷാ അല്ലാഹ് നാളെ തീരുകയാണ്. ഇന്ന് നമ്മൾ അലം നശ്റഹ് സൂറത്ത് മുതൽ സൂറത്തുൽ ഹുമസ അടക്കം ഓതി തീർത്തിട്ടുണ്ട്. നാളെ നമ്മൾ അലംതറ മുതൽ 10 സൂറത്ത് ഓതി, അതിനുശേഷം പുതിയ ഖത്തമ് തുടങ്ങി വെച്ച് ഫാത്തിഹ ഓതി അൽ ബഖറയിൽ നിന്ന് ആദ്യത്തെ 5 ആയത്ത് ഓതിയതിന് ശേഷം ദുആ വസിയത്തുകളൊക്കെ വായിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആർക്കും. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഓതിയതൊക്കെ കബൂൽ ചെയ്യട്ടെ. തെറ്റുകൾ വന്നു പോയത് അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ ഖബറിൽ ഖിയാമത്ത് നാളോളം ഖബറിൽ ഉപകരിക്കുന്ന സൽക്കർമ്മമായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇന്ന് ഇതിൻ്റെ പ്രതിഫലം നാം ഓതുന്നത് നമ്മുടെ ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, ഉസ്താദിന് വേണ്ടി, കൂട്ടുകുടുംബാദികൾക്ക് വേണ്ടി, സ്വന്തം നഫ്സിന് വേണ്ടിയൊക്കെ ഖത്തം ഓതുന്നവരുണ്ട്. ആ അർത്ഥത്തിൽ അല്ലാഹു അതൊക്കെ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം മരണപ്പെട്ടവരുടെ ഖബറിലേക്കും അല്ലാഹു എത്തിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നലെ പറഞ്ഞതുപോലെ, മുമ്പ് പറഞ്ഞതുപോലെ നാളെ ഇൻഷാ അല്ലാഹ് സുബഹി നിസ്കാരം കഴിഞ്ഞ് നമ്മൾ സാധാരണ സമയത്ത് ഖത്തം ദുആ മജ്ലിസ് തുടങ്ങുമ്പോൾ ആ സമയത്ത് മജ്ലിസിൽ കുറച്ച് ചീരിനി ഉണ്ടാകണം. എന്താണ് നിങ്ങൾ ചീരിന് ഉദ്ദേശിക്കുന്നത്? ഈത്തപ്പഴം, അതുപോലെ വെള്ളം വെക്കണമെങ്കിൽ വെള്ളം വെക്കാം. അതൊക്കെ വെച്ച് ആ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിനൊരു ചീരിനി ആയിക്കൊണ്ട് വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കണം, നമ്മളും കഴിക്കണം. വെള്ളം അതൊരു മരുന്നായിക്കൊണ്ട് അസുഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങൾക്കുള്ളവർക്ക് ഇൻഷാ അല്ലാഹ് അത് കുറേശ്ശെ വെറും വയറ്റിലും ഉച്ചയ്ക്ക് വൈകുന്നേരം ചുരുങ്ങിയത് ഒരു 3 നേരം 4 നേരമായിട്ട് ദിവസേന കുടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. ആ വെള്ളം തീരാറാകുമ്പോൾ അതിലേക്ക് വേറെ വെള്ളം ഒഴിച്ച് വെച്ച് ഇങ്ങനെ എടുത്ത് വെച്ച് നമുക്ക് പല ദിവസങ്ങളോളം എടുത്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനി എടുത്ത് വെച്ച് അടിയിൽ എന്തെങ്കിലും കട്ടിപ്പോ അതിൻ്റെ വെള്ളത്തിൽ എന്തെങ്കിലും പൊടിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഇങ്ങനെ അനക്കാതെ വെച്ച് അതിൽ നിന്ന് നല്ല വെള്ളം ഒഴിച്ച് മാറ്റി അടിയിലത്തെ വെള്ളം കിണറ്റിലോ മറ്റോ ഒഴിച്ച് കളയുക. പിന്നെ വീണ്ടും തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് ഇത് ഒഴിച്ച് വെച്ച് ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ സൽക്കർമ്മങ്ങളൊക്കെ ഓതിയത് അതൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. പല ആളുകളും ഖത്തമുകൾ ഓതിയതൊക്കെ അറിയിച്ചിട്ടുണ്ട്. 3 ഖത്തം, 4 ഖത്തം, 5 ഖത്തം. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ഇതുവരെ കേട്ടതിൽ വെച്ച് എനിക്ക് സന്തോഷമായത് ഒരു സഹോദരി അവരുടെ മഹലിൽ ഖത്തീബായി നിന്നിരുന്ന ഉസ്താദ് മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പേരിൽ ഒരു ഖത്ത് ഓതിയിട്ടുണ്ട്. അത് വല്ലാത്തൊരു സന്തോഷമാണ് അല്ലേ. നമ്മുടെ മഹലിൽ ദീർഘകാലം ജോലി ചെയ്ത ഉസ്താദ് മരിച്ചു എന്ന് അറിയുമ്പോൾ അവരുടെ പേരിൽ ഒരു ഖത്ത് ഓതുക. അൽഹംദുലില്ലാഹ്. അതുപോലെ എൻ്റെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ പേരിൽ ഖത്ത് ഓതിയവരുണ്ട്. അത് എനിക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മുത്തുനബീനെ ആരും ഒഴിവാക്കിയിട്ടില്ല. മുത്തുനബിയുടെ പേരിൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹ്യങ്ങളൊക്കെ പേരിൽ ഖത്തം ഓതിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടത് മഹാന്മാരോടുള്ള സ്നേഹബന്ധമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, എപ്പോഴാണ് നബിയെ മത്ത സാദ് യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാൾ എപ്പോഴാണ് എന്ന്. അപ്പോൾ നബി തിരിച്ചു ചോദിച്ചു, അല്ല അപ്പോൾ ഖിയാമത്ത് നാളൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ടല്ലോ, ഖിയാമത്ത് നാളിന് വേണ്ടി വല്ല ഒരുക്കി വെച്ചിട്ടുണ്ടോ? ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ മരണമാണ്, നമ്മളെ ലോകം അവസാനിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മൂപ്പരൊന്ന് ചൂളിപ്പോയിന്നാ. മൂപ്പരൊന്നും ഇങ്ങനെ ആ ഒരു ചമ്മിപ്പോയ പോലെ ഇങ്ങനെ തല താഴ്ത്തി ഇങ്ങനെ നിന്നു. എന്നിട്ട് പിന്നെ പറഞ്ഞു, നബിയെ ഞാൻ വലിയ ഇബാദത്തൊന്നും ചെയ്തിട്ടില്ല, ഒരുപാട് നിസ്കരിക്കുക, നോമ്പ് നോക്കുക ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അള്ളാഹിൻ്റെ പ്രവാചകൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്ക് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യൽ. എന്നാൽ വലിയ ഇബാദത്തൊന്നുമില്ല, പക്ഷെ അവർക്ക് ഇഷ്ടമില്ലാത്തൊന്നും ചെയ്യില്ല, അവരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അത് പോരാ, നീ കുറേ ഓതണം, കുറേ നിസ്കരിക്കണം, കുറേ സദഖ ചെയ്യണം, കുറേ തഹജ്ജുദ് നിസ്കരിക്കണം, കുറേ ഇബാദത്ത് ചെയ്യണം. അങ്ങനെയൊന്നല്ല പറഞ്ഞത്. അന്ത മൻ അഹ്ബബ്ത, നീ ആരെ ഇഷ്ടപ്പെടുന്നു അവരോടൊപ്പം നിനക്ക് ഒരുമിച്ച് കൂടാന്നാണ്. സഹാബത്ത് കിറാമിന് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കിയൊരു വർത്താനം എന്താണത്. ദുനിയാവിൽ വെച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരെ ഇഷ്ടപ്പെടുന്ന അവരോടൊപ്പം നിങ്ങൾക്ക് സ്വർഗ്ഗലോകത്ത് കഴിയാമെന്ന്. സഹാബത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അപ്പോൾ നമ്മൾ മുത്തുനബിയെ ഇഷ്ടപ്പെടുക, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹ്യങ്ങളെ ഇഷ്ടപ്പെടുക, അവരോടൊത്ത് സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാം. അപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ, ഫർള് നിസ്കാരങ്ങൾ നിർവഹിക്കുക, മഹാന്മാരെ ഇഷ്ടപ്പെടുക, അവരുടെ തൃപ്തിക്ക് വേണ്ടി അവരുടെ പേരിൽ ദിക്ർ, സലാത്ത്, ഖുർആനൊക്കെ ഓതി അവരുടെ മദതിന്, അവരുടെ സഹായത്തിനൊക്കെ വേണ്ടി ദ്വാരക്കാം. മറ്റുള്ള സുന്നത്തായ കാര്യങ്ങൾ ചെയ്യണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. മഹാന്മാരുടെ തൃപ്തി നമുക്കുണ്ടാകും, അവരുടെ സ്നേഹം നമുക്കുണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും. കാരണം അവർ ചെയ്ത അത്ര ഇബാദത്ത് ചെയ്യാനും അവർ രക്ഷപ്പെടുന്നവരെ രക്ഷപ്പെടാനെന്നുള്ള ത്വാക്കത്ത് നമുക്കില്ല. പിന്നെ അവരോടുള്ള ആ കണക്ഷൻ ഉണ്ടെങ്കിൽ, ആ ബന്ധം ഉണ്ടെങ്കിൽ, ആ ബന്ധത്തിലൂടെ നമുക്ക് രക്ഷപ്പെടാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ഖത്തം ഓതിയത് അറിയിച്ചിട്ടുണ്ട്. സൈനബ വടകര ഖത്തം ഓതുന്നുണ്ട്. അതുപോലെ മരണപ്പെട്ട മാതാപിതാക്കൾ അവർക്ക് വേണ്ടി ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. മുറാദ് ഹാസിലാകാൻ രോഗശമനത്തിനൊക്കെ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. ഹദിയ അയച്ചിട്ടുണ്ട്. നബീസ കാസർഗോഡ് 4 ഖത്തം ഓതുന്നുണ്ട്. ഒന്ന് ഭർത്താവിന്, അടുത്ത ഉമ്മാക്ക് വേണ്ടി, മറ്റൊന്ന് മുത്തനബിയുടെ പേരിൽ 4 സ്വന്തമായിട്ട് ഖത്തം ഓതുന്നുണ്ട്. മരണപ്പെട്ടവരുടെ മഗ്ഫിറത്തിന്, രോഗശമനത്തിന്, മുറാദ് ഹാസിലാകാനൊക്കെ വേണ്ടി ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹദിയ അയച്ചിട്ടുണ്ട്. കൗലത്ത് പെരുമ്പാവൂർ 3 ഖത്തം ഓതുന്നുണ്ട്. അവിടെ ഭർത്താവ് മരണപ്പെട്ട് ഇപ്പം അടുത്ത് ഇദ്ദ കഴിഞ്ഞിട്ടുള്ളവരെ ഭർത്താവിന് വേണ്ടി മുത്തനബിയുടെ പേരിൽ, പിന്നെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ അവർക്കൊക്കെ വേണ്ടി, അവിടെ മഗ്ഫിറത്തിന് വേണ്ടി, മകൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്, എത്രയും പെട്ടെന്നൊരു വീടും സ്ഥലവും ആകാൻ വേണ്ടി ഒക്കെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദിയയും അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഫാത്തിമ സൂറ പടിഞ്ഞാട്ടുമുറി 3 ഖത്തമാണ് ഓതുന്നത്. മരണപ്പെട്ടു പോയ എല്ലാവർക്കും, ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, ഭർത്താവ്, ഉമ്മ, വാപ്പ, ആങ്ങള, ഭർത്താവിൻ്റെ മാതാപിതാക്കൾ തുടങ്ങി കുടുംബത്തിൽ മരണപ്പെട്ടവരുടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജീവിച്ചിരിക്കുന്നവരുടെ ആഫിയത്ത്, ദീർഘായുസ്സിന് വേണ്ടി, മരണം നന്നാകാൻ, മുറാദ് ഹാസിലാകാൻ, രോഗശമനത്തിന് ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ ഹദിയ അയച്ചിട്ടുണ്ട്. പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊച്ചുറാബിയ പുത്തഞ്ചിറ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ ഹദിയ അയച്ചിട്ടുണ്ട്. എനിക്ക് കണ്ണിന് കാഴ്ച കുറവാണ്, അതുകൊണ്ട് ഖുർആൻ ഓതാൻ പറ്റണില്ല, ദിക്റും സലാത്തും മറ്റും ഒക്കെ ചെയ്യുന്നുണ്ട്. മരിച്ചുപോയ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ഹദിയ അയച്ചിട്ടുണ്ട്. പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ റംലത്ത് പാലക്കാട് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് അവരുടെ പേരിൽ ഹദിയ അയച്ചിട്ടുണ്ട്. മുറാദ് ഹാസിലാകാൻ, രോഗശമനത്തിനെ കൊണ്ട് ദുആ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മകളുടെ ജോലി റാഹത്താകാൻ, മാമൻ്റെ മകന് ക്യാൻസർ വന്ന് കീമോ ചികിത്സയിലാണ്, അസുഖം പരിപൂർണ്ണ ശിഫയാകാൻ, മുറാദ് ഹാസിലാകാൻ ഒക്കെ വേണ്ടി ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. നഫീസ ആമനന്നൂര് ഭർത്താവിൻ്റെ മാതാപിതാക്കൾ, എൻ്റെ മാതാപിതാക്കൾ തുടങ്ങിയ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ മഗ്ഫിറത്തിന് വേണ്ടി ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ടുണ്ട്. 4890 സ്വലാത്ത്, 6776 ദിക്റ്, 9810 ഇഖ്ലാസ് സൂറത്ത് ഒക്കെ ഓതിയിട്ടുണ്ട്. പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. സുഹറമ്മ എഴുവന്നൂര് 3 ഖത്തം ഓതിയുണ്ട്. ഒരു ഖത്തം മുത്തനബിയുടെ പേരിൽ, രണ്ടാമത് ഭർത്താവ്, മാതാപിതാക്കൾ, അതുപോലെ ഉസ്താദിൻ്റെ, എൻ്റെ മാതാപിതാക്കൾ, മറ്റു കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി 2ാമത്തെ ഖത്തം ഓതിയിട്ട്, 3ാമത്തെ ഖത്തം എൻ്റെ മഹലിൽ കുറേ കാലം ഖത്തീബായി നിന്ന ഉസ്താദ് മരണപ്പെട്ടു, ആ ഉസ്താദിൻ്റെ പേരിൽ ഖത്തം ഓതിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ് അവർ ഹദിയ അയച്ചു തന്നിട്ടുണ്ട്. പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫാത്തിമ ബി ഏലംകുളം ഹദിയ അയച്ചു തന്നിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ പേരിലാണ് ഹദിയ അയച്ചിട്ടുള്ളത്. അവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. മുറാദ് ഹാസിലാകാൻ, രോഗശമനത്തിന് ദിക്റ് സ്വലാത്ത് ഖുർആനൊക്കെ ഓതുന്നുണ്ട്. അതുപോലെ തന്നെ പീച്ചുമ്മ കാടാമ്പുഴ ഭർത്താവിൻ്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു, പ്രഷർ കൂടിയതാണ് കാരണം, അത് സലാമത്താകാൻ, ഷിഫിയാകാൻ, അത്യാവശ്യ കാര്യങ്ങൾക്ക് കാഴ്ച കിട്ടാൻ പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വീട്ടിൽ സമാധാനം കിട്ടാൻ, ആഫിയത്ത് ആരോഗ്യത്തിനൊക്കെ വേണ്ടി, മരണപ്പെട്ടവരുടെ മഗ്ഫിറത്തിന്, മുറാദ് ഹാസിലായ, രോഗശമനത്തിന് ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. ഹദിയ അയച്ചു തന്നിട്ടുണ്ട് മരണപ്പെട്ടവരുടെ പേരിൽ. അതുപോലെ തന്നെ സുലൈഖമ്മ വളാഞ്ചേരി മരണപ്പെട്ടവരുടെ പേരിൽ ഹദിയ അയച്ചിട്ടുണ്ട്. 4 ഖത്തം ഓതിയിട്ടുണ്ട്. മുത്തുനബിയുടെ പേരിൽ, അംബിയാ മുർസലീങ്ങളുടെ പേരിൽ, മരണപ്പെട്ടു പോയ മാതാപിതാക്കളടക്കം കുടുംബത്തിൽ മരിച്ചവർക്ക് വേണ്ടി. അതുപോലെ ഖത്തമുൽ ഖുർആൻ്റെ കൂടെ ഒരെണ്ണം ഓതുന്നുണ്ട്. പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പേരക്കുട്ടിക്ക് കണ്ണിന് പ്രഷറിൻ്റെ പ്രശ്നമുണ്ട്, അത് ശിഫിയാകാൻ, മകന് ജോലി വർക്കത്തിനായി, ആഫിയത്തുള്ള ദീർഘായുസ്സത്ത് കൂത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദിയ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമീറ സലീം നെടുമ്പാശ്ശേരി 90 വയസ്സുള്ള ഉമ്മയുണ്ട്, വയ്യാതെ ഇരിക്കുകയാണ്, അതിനെ എഴുന്നേറ്റിരിക്കും, സ്വന്തമായി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പിടിച്ചെഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകണം, പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ദിക്റും സ്വലാത്തും നിസ്കാരമൊക്കെ ഉണ്ടായിരുന്ന ഉമ്മയാണ്. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യമൊന്നും ഓർമ്മയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതുപോലെ അതേ അവസ്ഥയിലാണ് അവരുടെ സഹോദരി ജ്യേഷ്ഠത്തി ഉള്ളത്. എല്ലാവരുടെയും രോഗശമനത്തിന് വേണ്ടി, അവരുടെയൊക്കെ ജീവിതത്തിലെ ഖൈറിൻ്റെ വഴികൾ തുറന്നു തരാൻ വേണ്ടി ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഖത്തം ഓതുന്നുണ്ട് നമ്മളെ ഖത്തമുൽ ഖുർആൻ മജ്ലിസിൻ്റെ കൂടെ. അതുപോലെ കുട്ടിക്ക് റാഹത്തായ ഒരു ഇണയെ കിട്ടാൻ, വിവാഹം ശരിയാകാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐഷ തലശ്ശേരി ഒരു ഖത്തം ഓതിയിട്ടുണ്ട്. മരണപ്പെട്ട ഭർത്താവ്, ഉമ്മ, വാപ്പ, അതുപോലെ എൻ്റെ ഉമ്മ വാപ്പ എന്ന് പറഞ്ഞാൽ ഐഷമ്മയുടെ ഉമ്മ വാപ്പ, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു എല്ലാവർക്കും വേണ്ടി ഖത്തം ഓതിയിട്ടുണ്ട്. അവരുടെ പേരിൽ ഹദിയ അയച്ചിട്ടുണ്ട്. കുടുംബത്തിൽ സന്തോഷം, സമാധാനം ഉണ്ടാകും, കടം വീടാൻ, ഉംറക്ക് പോകാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഹാഷിബിക്ക കൊച്ചി
അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. മരണപ്പെട്ടു പോയ വാപ്പാടെ ഉമ്മാൻ്റെ പേരിൽ ഹദിയ അയച്ചിട്ടുണ്ട്. അവൻ്റെ പാരിത്രിക സുഖത്തിന് വേണ്ടി, മൗഫറത്തിന് വേണ്ടി, ഖബർ വിശാലതയ്ക്ക് വേണ്ടി ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മകന് UAE ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. ലൈസൻസ് കിട്ടാൻ പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് എല്ലാവരുടെയും മുറാദ് ഹസലാക്കി എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി എല്ലാം ഖൈറും റാഹത്തിലൊക്കെ ആക്കി നൽകട്ടെ. മൈഷ്യത്തിന് മേൽ അല്ലാഹ് ബർക്കത്ത് നൽകട്ടെ. ലൈസൻസ് അള്ളാഹു എത്രയും പെട്ടെന്ന് ഖത്തമുൽ ഖുർആൻ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട്, നാം ഒന്ന് ഖത്തമ് ദിക്ർ സ്വലാത്തുകളൊക്കെ ബർക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് അള്ളാഹു ആ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സാക്കി മാന്യമായ ഇസ്സത്തുള്ള അള്ളാഹു ജോലി അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ സുലൈഹ പൊട്ടച്ചിറ 2 ഖത്തം ഓതുന്നുണ്ട്. 1 മുത്തുനബി തങ്ങൾ, ബദരീങ്ങൾ, അമ്പിയാക്കൾ, ഔലിയാക്കളുടെ പേരിൽ, 2 കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മ ഉപ്പ അടക്കം ആരെ കുടുംബത്തിൽ മരിച്ചുകൊണ്ട് അവരുടെ പേരിൽ, അതുപോലെ എൻ്റെ അതായത് ഈ സംസാരിക്കുന്ന ഞാൻ എന്ന യൂസുഫ് അൻവരി ഉസ്താദിൻ്റെ മാതാപിതാക്കൾക്കും ഖത്തമുൽ ഖുർആൻ മജ്ലിസിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ നമ്മുടെ സുലൈഹ പൊട്ടച്ചിറയുടെ ഉമ്മയാണ് കേട്ടോ അത് ഓതിക്കണം. 2 ഖത്തം ഓതിക്കണം. ഓളല്ല, ഓളെ ഉമ്മയാണ് ഓതിക്കുന്നത്. അപ്പോൾ സുലൈഹ പൊട്ടച്ചിറയുടെ ഉമ്മയുടെ പേരക്കുട്ടി, അഥവാ ഈ സുലൈഹയുടെ അഞ്ചത്തിലെ കുട്ടി കഴുത്തുറക്കാൻ വേണ്ടി പ്രസവിച്ച ഉടനെ കഴുത്തുറച്ചിട്ടില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പ്രയാസപ്പെട്ടിട്ട് ഇപ്പോഴും കഴുത്തുറച്ചിട്ടില്ല. കുട്ടീൻ്റെ കഴുത്തുറക്കാൻ വേണ്ടി മുബഷിറ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻ്റാണ്. അതുപോലെ ആ മുബഷിറയുടെ കുട്ടിയുടെ കാലിന് എല്ലിന് വളവുണ്ട്. അപ്പോൾ ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് നടക്കണേ. അതിൻ്റെ ഷൂ ഒക്കെ ഇട്ടിട്ട് എല്ല് നിവരാനുള്ള, അപ്പോൾ എല്ല് നിവർന്ന് കിട്ടാൻ, മുറാദ് ഹാസിലാകാൻ, രോഗശമനത്തിന് ഒക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ദുആ വസിയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഹദിയകൾ അയച്ചിട്ടുണ്ട്, സ്വതക്കകൾ അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതിൻ്റെ മുമ്പത്തെ ദിവസമൊക്കെ അയച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവരും അയച്ചു തന്ന ഹദിയകൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. സാമ്പത്തിക കുറവുടെ മേഖലയിലേക്ക് അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആരുടെ പേരിലാണോ ഹദിയകൾ അയച്ചത് അവരുടെയൊക്കെ ഖബറിടത്തിലേക്ക് അതിൻ്റെ പ്രതിഫലം അള്ളാഹു എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. ഓതുന്ന ഖത്തമ് പൂർത്തിയാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ ഖത്തമിൻ്റെ ഒക്കെ ബർക്കത്ത് ഹൃദയത്തിലും ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഐശ്യത്തിൻ്റെ മേഖലയിലും ഈമാനിലും ഇബാദത്തിലും ഒക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ കലാമായ, അള്ളാഹുവിൻ്റെ സംസാരമായ പരിശുദ്ധമായ കലാമാണ് നാം പാരായണം ചെയ്യുന്നത്. ആ കലാമിൻ്റെ ഒരു നൂറ്, ഒരു ഒരു പ്രകാശം നമ്മളെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ ഖബറിടത്തിലേക്ക് ഖിയാമത്ത് നാൾ വരെ ഉപകാരപ്രദമായ സ്വാലിഹായ സൽക്കർമ്മം അള്ളാഹു സ്വീകരിക്കട്ടെ. ആരെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ ഖബറിൽ അനുഭവിക്കുന്നു അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധമായ ഖത്തമുൽ ഖുർആൻ മജ്ലിസ് തുടങ്ങിയ അന്നു മുതൽ, ഒരു പരിശുദ്ധ റമളാനിനാണ് തുടങ്ങിയത്. ഇന്ന് അത് 2000 ദിവസങ്ങൾ ആകാൻ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ദിവസമെങ്കിലും മജ്ലിസിൽ വന്ന് കുറച്ച് നേരമെങ്കിലും പങ്കെടുത്തു പോയവരടക്കമുള്ള ഇന്ന് സജീവമായി, അന്നു മുതൽ ഇന്ന് വരെ സജീവമായി മജ്ലിസിൻ്റെ കൂടെയുള്ള എല്ലാവരും ആരൊക്കെയുണ്ട് എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അവരുടെ ഖബറിടത്തിലേക്കൊക്കെ നമ്മളിവിടെ ഓതുന്ന ദിക്ർ സ്വലാത്ത് ഖുർആൻ്റെ ഒക്കെ പ്രതിഫലം അള്ളാഹു എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇതിൽ ഓതാൻ നിങ്ങളുള്ളത് കൊണ്ടാണ് ഈ മജ്ലിസ് നിലനിന്ന് പോകുന്നത്. ആരും ഇല്ലെങ്കിൽ ഈ മജ്ലിസിന് നിലനിന്ന് പോകില്ല. അപ്പോൾ ഈ മജ്ലിസിൽ വന്ന് ഓരോരുത്തരും ഖുർആൻ ഓതാൻ കാരണക്കാരൻ നിങ്ങളാണ്. അന്ന് റമളാനിൽ ഞാൻ തുടങ്ങിയപ്പോൾ അന്ന് മുതൽ ഈ മജ്ലിസിനെ ഉയർത്തിപ്പിടിച്ച് കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളും ദിക്ർ സ്വലാത്തുകളൊക്കെ ചൊല്ലി മജ്ലിസിലേക്ക് അറിയിക്കുന്നവരുണ്ട്. അവരൊക്കെയാണ് ഈ ഗ്രൂപ്പിനെ, ഈ മജ്ലിസിനെ ഹയാത്താക്കി കൊണ്ടുപോകുന്നത്. നിങ്ങളൊന്ന് തളർന്നു, ഇനി വേണ്ടാന്ന് വെച്ചാൽ വേണ്ട, ഞാനതാണ് നിർത്തും. അൽഹംദുലില്ലാ, എൻ്റെ ഉദ്ദേശം അനുസരിച്ച് ഒരു 100-100 ആൾക്കാർ പരിശുദ്ധമായ ഖുർആൻ തെറ്റുകൂടാതെ ഓതണം, ഖത്തമ് തീർക്കണം. ഇതാണ് എൻ്റെ ആഗ്രഹം. അൽഹംദുലില്ലാ, ആയിരക്കണക്കിന് ആളുകൾ ഖത്തം ഓതിയിട്ടുണ്ട്. ഖുർആൻ തെറ്റുകൂടാതെ ഓതാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, എൻ്റെ ഉദ്ദേശം നിറവേറിയിട്ടുണ്ട്. പക്ഷേ ഈ മജ്ലിസ് നിലനിർത്തി കൊണ്ടുപോകുന്നത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങളത് നിലനിർത്തി കൊണ്ടുപോകണം. അതിനുള്ള ബർക്കത്ത് നിങ്ങൾക്കുണ്ടാവും. നമ്മൾ ഈ മജ്ലിസിൽ വന്നുകൊണ്ട് പലവരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു ഹാജി അബൂബക്കർ ഹാജി, അതുപോലെ തന്നെ അബ്ദുൽ കരീം ഹാജി, ഇങ്ങനെ പല ഹാജിമാർ, അതുപോലെ പല സഹോദരിമാരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. പല സഹോദരിമാരെ ഭർത്താക്കന്മാരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരൊക്കെ ഈ മജ്ലിസുമായി ബന്ധപ്പെട്ടവരായിരുന്നു. അന്നൊക്കെ അവർ ഈ മജ്ലിസിനെ ഹയാത്താക്കിയവരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മജ്ലിസ് ഉള്ളിടത്തോളം കാലം ഈ മജ്ലിസിൽ ആരും ഒരു ദിക്റിൽ, ഒരു സ്വലാത്തിൽ, ഒരു ഹർഫ് ഖുർആൻ ഓതി അതിൻ്റെ ഒക്കെ പ്രതിഫലം ആ മരണപ്പെട്ടുപോയവരുടെ ഖബറിലേക്കും കിട്ടും. നാളെ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മളെ ഖബറിലേക്ക് നിൽക്കും. അപ്പോൾ ഞാനിത് ഞാൻ മരിച്ചുപോയി. അപ്പോൾ ഈ മജ്ലിസിന് നിലനിന്ന് പോകണ്ടേ? അപ്പോൾ ഞാനത് നമ്മളുടെ
മരുമകനോട് പറഞ്ഞിട്ടുണ്ട് കൊണ്ടടക്കാൻ. അവർ കൊണ്ടടക്കുകയാണെങ്കിൽ മജ്‌ലിസിൽ നിന്ന് പോകും. അങ്ങനെ കൊണ്ടടക്കുകയാണെങ്കിൽ എനിക്കും ഖബറിലേക്ക് കൂലി കിട്ടും. പോട്ടെ, ഞാൻ മരിച്ചു പോയി, മജ്‌ലിസ് നിലച്ചു എന്ന് വിചാരിക്കുക. എന്നാലും ഈ മജ്‌ലിസിൽ നിന്ന് നിങ്ങൾ ഓതിപ്പടിച്ച ഖുർആൻ്റെ ശൈലി, ആ ഖുർആൻ തെറ്റുകൂടാതെ ഓതാനുള്ള താല്പര്യം, ആ സാവധാനത്തിലുള്ള ഓത്ത്, അതുപോലെ 30 ജുസിൻ്റെ ലിങ്ക് നിങ്ങളുടെ കയ്യിൽ വാട്സപ്പിൽ ഞാൻ വിട്ടു തന്നിട്ടുണ്ട്. അതൊക്കെ നോക്കി നിങ്ങൾക്ക് ഖത്തം ഓതാം. അപ്പോൾ അത് ഓതുമ്പോൾ അതിൻ്റെ ഒരു കൂലി എനിക്കും കിട്ടുമല്ലോ ഖബറിലേക്ക്. ഇങ്ങനെ നമ്മളെ ഖബറിലേക്കാണ് മുറിയാത്ത പ്രതിഫലം ലഭിക്കുന്ന ഒരു മജ്‌ലിസായി, ഒരു സദസ്സായി അള്ളാഹു ഇതിനെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് എല്ലാവരുടെയും മുറാദ് അള്ളാഹു ഹാസിലാക്കി, എല്ലാവരുടെയും മൗത്തും ബൈത്തും ഹദിയകളും സദഖകളും അള്ളാഹു കബൂൽ ചെയ്ത് ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഖത്തം ദുആൻ്റെ അന്ന് ഒന്നും കൂടി എല്ലാവരെയും പേരുകളൊക്കെ വായിച്ച് ഇൻഷാ അല്ലാഹ് ദുആർക്കും അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ. നാളെ തുടങ്ങുന്ന പുതിയ ഖത്തമിലേക്ക് പരമാവധി ആളുകളൊക്കെ ക്ഷണിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ അതിൻ്റെ ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടുതരുന്നുണ്ട്. അതെല്ലാവരിലേക്കും എന്ത് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരാളെങ്കിലും നമ്മളെ മജ്‌ലിസിലേക്ക് വന്നാൽ, നിങ്ങൾ കാരണമായി വന്നാൽ അവർ ഓതുന്ന ഒരു ഹർഫിനും പ്രതിഫലം നിങ്ങൾക്കാണ് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഓർമ്മയിലൊക്കെ വെക്കുക. പലവരും മജ്‌ലിസിലേക്ക് ഹദിയ അയച്ചിട്ടുണ്ട്. പ്രയാസങ്ങൾ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ ഹദിയ അയക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത മാസം പിന്നെ ഫസ്റ്റിലായിരിക്കും മകളുടെ പ്രസവം പറഞ്ഞിട്ടുള്ളത്. ഡേറ്റ് അപ്പോഴും കൺഫേം ആയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദ്വാരക്കണം. പ്രസവം എളുപ്പമാകാൻ, സുഖപ്രസവമാകാൻ വേണ്ടി പലരും ദ്വാരക്കെന്ന് പറയാം. യഥാർത്ഥ പ്രസവത്തിന് ഇപ്പോൾ സുഖമൊന്നും കിട്ടലുണ്ടാവില്ലല്ലോ. സുഖപ്രസവമില്ലല്ലോ, വേദനയും പ്രയാസവും വിഷമങ്ങളുള്ള പ്രസവമല്ലേ. പക്ഷെ അതന്നെ കൂടുതൽ വേദനയും പ്രയാസവും അനുഭവിക്കാതെ പ്രസവം പെട്ടെന്നാവുക, എളുപ്പമാവുക. അള്ളാഹു നമ്മളെ സഹോദരിമാർക്ക്, ഗർഭിണികൾക്കൊക്കെ പ്രസവം എളുപ്പമാക്കി കൊടുക്കട്ടെ. ആ വേദനയും പ്രയാസവും വിഷമമൊക്കെ സഹിക്കാൻ ശ്രമിക്കാനുള്ള മനക്കരുത്ത് അള്ളാഹു നൽകട്ടെ. സ്വാലിഹ്യങ്ങളായ മക്കളെ നൽകട്ടെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ഖൈറായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുവദ്ദത്തൈൻ ഓതി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. إلى حضرة نبينا سيدنا وشفينا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. പടച്ചവനെ ലോകരക്ഷിതാവായ അർഹമുറാഹിമായ അല്ലാഹ്, ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ നീ
സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾ ഓതിയ എല്ലാ സൂറത്തുകളും നീ കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾ ദിക്ർ ചെല്ലുന്നുണ്ട്, ഞങ്ങൾ സ്വലാത്ത് ചെല്ലുന്നുണ്ട്, മറ്റു സൽക്കർമ്മങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അള്ളാഹുവെ ഞങ്ങളെല്ലാ സൽക്കർമ്മങ്ങളും നീ കബൂലാക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങൾ ഓതുന്നായ ഖത്മുൽ ഖുർആൻ നീ കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഈ ഖത്മ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾ ഓതുന്നതായ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ എന്തെങ്കിലും പാകപ്പിഴകളൊക്കെ വന്നു വിട്ടു വെറുത്ത് മാപ്പാക്കണേ അല്ലാ. ഖുർആന്റെ അഹ്ലുകാലിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഹാഫിദ് ഉസ്താദിന്റെ കൂടെ പരിശുദ്ധമായ ഖുർആൻ ഓതി ഖത്മ തീർക്കുന്നത് അള്ളാഹുവെ തെറ്റുകൂടാതെ നിന്റെ പരിശുദ്ധമായ കലാമ് പാരായണം ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അള്ളാഹു നീ കബൂലാക്കണേ അല്ലാ. പരിശുദ്ധ ഖുർആന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളോട് ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ പ്രതിഫലത്തെ ഹബീബായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ പാപികളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. എല്ലാ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, മശായിഖന്മാർ, ഖൈറിന്റെ അഹ്ലുകാർ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങളുടെ ഒക്കെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അഹ്ലു ബൈത്തിന്റെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ, താബീങ്ങളുടെ, അസ്ഹാബുൽ ബദരീങ്ങൾ, ഉഹദീങ്ങൾ, എല്ലാ സഹാബത്തെ കിറാമിന്റെ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാ. റബ്ബേ അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികളെ നിവർത്തി കൊടുക്കണേ അല്ലാ. അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ആക്കിവത് നന്നാക്കി തരണേ അല്ലാ. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. ഇരുലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാദികളും ബന്ധുമിത്രാദികളും മരിച്ചു എല്ലാവരുടെയും കബറിടത്തിലേക്ക് ഞങ്ങളോട് ഓതിയതിന്റെ പ്രതിഫലത്തെ എത്തിച്ചു നൽകണേ അല്ലാ. ഞങ്ങളെ മഹല്ലത്തുകൾ, ഞങ്ങളെ നാടുകളിൽ, പള്ളിക്കാടുകൾ, എന്ത് വിശ്രമം കൊള്ളുന്നവരുടെയൊക്കെ കബറിടത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ, ഹദിയ നൽകിയവർ, ഞങ്ങളെ അഭ്യുദയകാംക്ഷികൾ, ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ റബ്ബേ പലവരും മരിച്ചു പോയിട്ടുണ്ടല്ല. ഈ ഖത്മുൽ ഖുർആൻ മജ്ലിസ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഇതിൽ പങ്കെടുത്തവർ, ഇതുമായി ബന്ധപ്പെട്ടവർ, മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. അവരുടെയൊക്കെ കബറിടത്തിലേക്ക് നിന്റെ പ്രതിഫലത്തെ എത്തിച്ചു നൽകണേ അല്ലാ. എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഉപ്പ മരിച്ചു പോയിട്ടുണ്ട് അല്ലാഹുവേ. സഹോദരൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, അമ്മാശൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ റബ്ബേ കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികളിൽ നിന്നും അല്ലാഹുവേ എന്നിൽ നിന്നും ഈ ദുആക്ക് ആമീൻ പറയുന്നവരിൽ നിന്നും ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് അവരുടെയൊക്കെ കബറിടത്തിലേക്ക് പ്രത്യേകം നീ എത്തിക്കണേ റഹ്മാനെ. ഇതിൻ്റെയൊക്കെ പ്രതിഫലം കണ്ടുകൊണ്ട് ആ കബറിൽ കിടന്ന് സന്തോഷിക്കാൻ അവർക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ നിന്റെ മഹലുബദൽ കൊണ്ട് അല്ലാ, നിന്റെ അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ആക്കിബത് നന്നാക്കി തരണേ അല്ലാ. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാ. റബ്ബേ ഞങ്ങളെ ദോഷങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ. ഞങ്ങളെ കുടുംബജീവിതം നന്നാക്കി തരണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളെ സാമ്പത്തികവരുടെ മേഖല ഒക്കെ നന്നാക്കി തരണേ അല്ലാ. മഈശത്തിന്റെ മേഖലയിൽ ബർക്കത്ത് നൽകണേ അല്ലാ. വിദേശത്തും സ്വദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മക്കളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, അള്ളാഹുവെ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. ജോലി ചെയ്യുന്നവരുടെ ജോലികളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. ധാരാളം സക്കാത്തും സദഖയും ഹദിയകളും ഒക്കെ കൊടുക്കാൻ ഉതകുന്ന രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ നിന്റെ മഹദുബദിനെ കടം കൊണ്ടൊക്കെ വിഷമിക്കുന്നവരുണ്ടൊക്കെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. വിവാഹം നടക്കാതെ സങ്കടപ്പെടുന്നവരുണ്ട്, ഖൈറായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സ്ഥിരമായി ജോലിയില്ലാതെ വിഷമിക്കുന്നവരുടെ റാഹത്തായി ജോലി നൽകണേ അല്ലാ. മാന്യമായ ശമ്പളം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങളെ ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ. റബ്ബേ പല സന്ദർഭങ്ങളിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരന്മാർ, അല്ലാഹു എല്ലാവരുടെയും മുറാദുകളെ ഹാസിലാക്കി നൽകണേ അല്ലാ. ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. നിന്റെ ദാഅത്തിലും പൊരുത്തത്തിലുമായിട്ടുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളെ മാനസിക, ശാരീരിക, സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നീ റാഹത്തിലാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളെ വീടുകളിൽ സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ കുടുംബ ജീവിതത്തിന് സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളുടെ ജോലികളിൽ, ബിസിനസ്സുകളിൽ, കച്ചവടങ്ങളിലൊക്കെ നീ ബർക്കത്തും സന്തോഷവും റാഹത്തും നൽകണേ അല്ലാ. ശത്രുതകളിൽ നിന്ന്, സിഹ്ർ മാരണങ്ങളിൽ നിന്ന്, ശൈത്വാനിയത്തിന്റെ, ജിന്നി ഫരീദ് റുഹാനിയത്തിന്റെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ
മഹദ് ഫദ്ൽ കൊണ്ട് പരിശുദ്ധ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടാൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായി സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഉംറക്ക് പോകാൻ ഹജ്ജിന് പോകാനൊക്കെ വേണ്ടി ദുആ വസിയത്ത് ചെയ്താണ് കബൂലാക്കണേ റഹ്മാനെ. റബ്ബേ മരിക്കുന്നതിന് മുമ്പ് ഹബീബായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വജൂഹ് ശരീഫ് കണ്ടുകൊണ്ട് സന്തോഷിച്ച് സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു വെള്ളിയാഴ്ച പകലിലോ അതല്ലെങ്കിൽ പുന്നാര ഹബീബി ദുനിയാവിൽ നിന്ന് ഇവിടെ പറഞ്ഞ തിങ്കളാഴ്ച രാവിലോ ഈ ദുനിയാവിൽ നിന്ന് റാഹത്തോടെ സന്തോഷത്തോടെ ഇവിടെ പറയാനുള്ള തൗഫീഖ് നൽകണയല്ലോ. ഞങ്ങളെ സക്രാത്ത് എളുപ്പമാക്കി തരണയല്ല, മരണം നന്നാക്കി തരണയല്ലോ. സ്വാലിഹീങ്ങളെ ദുനിയാവിൽ നിന്ന് വിട പറയും പോലെ വിട പറയാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഇഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമൻ മാതു മിന്നാ വലിമൻ ദഫനു വലമസാജിദനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ ബിറഹ്മതിക യാ أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء المرسلين والحمد لله رب العالمين. آمين. وصيكم بالدعاء. السلام عليكم ورحمة الله وبركاته.